ഹായ് ഫ്രണ്ട്സ്, ഒരു പാർട്ട് 2 കമൻറ്റ് അടിച്ചിട്ടുണ്ട് കുറേ പേര്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. നല്ല സൈസ് മീൻ കിട്ടും. ഏതാണ് മീൻ അറിയില്ല, നമ്മളെ ക്യാമറമാൻ അറിയാം. നല്ല സൈസ് ഏകദേശം നല്ല മുഷമാണ്. ഈ ഇവിടെ നിന്ന് ഏകദേശം വീട്ടിലേക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ക്യാമറമാൻ. അത്രക്കും വലിയ സൈസ് മീനാണ്. പൊട്ടിച്ച് ഒരു വീടിൻ്റെ ബാക്കിൽ നല്ല കിണ്ണം കച്ചി ഒരു തോടാണ്. നേരത്തെ കാണിച്ച പോലെ ഒരു തോട്. ആ ഒരു തോടിൻ്റെ ബാക്ക് വശത്ത്, അതായത് അടിവശത്തോട്ട് വെള്ളം ഒളിച്ചിപ്പോകുന്ന ഭാഗത്തൊക്കെ പോയി കിണ്ണം കാച്ച മുഷി. ഒരുപാട് മുഷി ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് സ്പോട്ട് കിട്ടും, അത്രക്ക് മുഷിയുണ്ട്. ക്യാമറ ക്ലീൻ ഇല്ല. അടിച്ചുകൊണ്ടൊക്കെയാണ് ഓരോന്നോരോന്നും. ക്യാമറമാൻ്റെ കണ്ണി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണിനെത്തത് കൊണ്ട് മീൻ പിടിക്കാനില്ല, ഉറപ്പാണ്. അപ്പോൾ നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ഒരു സ്ട്രൈക്കായിട്ട് വാങ്ങി പിടിക്കാവുന്നതാണ്. നോക്കൂ ഫ്രണ്ട്സ്, ഒരുപാട് കുഞ്ഞുങ്ങൾ, മോനെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അത്രക്കും ഒരു മീൻ ചാകരയാണ്. ഈ മീൻ പിടുത്തക്കാർക്ക് ഒരു മീനെ താന്നിട്ടാ റഫ് അത് എടുത്തിരുന്നോ. അത് വന്നിട്ട് സൈസ് സാധനം കേട്ടോ മക്കളെ. നീ ഇപ്പുറത്ത് വാട്ടർ ഉപ്പു അടിയിലൊട്ടി പിടിച്ച് ഒറ്റ അങ്ങോട്ട് എത്തിയ നീ കയറി. നീ മോളിൽ തന്നെ അറിയാത്തോട്ടേന്ന്. ഓനക്ക് എറിയാൻ കഴിഞ്ഞില്ല. കഴിയാത്തതല്ല, തോട്ടിൽ വെള്ളം ഒഴിച്ചിപ്പോ അപ്പൊ എറി ചാലഞ്ച് ചെയ്തേക്കായാലും അവിടെ നിന്നേ കിട്ടുള്ളൂ. വലിയ മീനുണ്ട് ഫ്രണ്ട്സ്, പക്ഷെ കിട്ടുന്നില്ല, ഒറ്റ ഒന്നും കിട്ടുന്നില്ല. നല്ലൊരു മീൻ പിടുത്തം കിട്ടിയ ഇവിടെ തന്നെ നമ്മളൊരു അടുത്തൊരു വലിയ സ്പോട്ട് വീഡിയോ ചെയ്യുന്നതാണ്. കണ്ടോ ഫ്രണ്ട്സ്, പിന്നെ എത്ര എറിഞ്ഞിട്ട് പോകുന്നില്ല, കാരണം വെള്ളം അങ്ങോട്ടേ വിളിച്ചു പോകുന്നുള്ളത്. എന്ത് ചെയ്യും ഫ്രണ്ട്സ്, പറയൂ, കമന്റ് ചെയ്യൂ. ഞാനിവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് സൈസ് നോക്കുക, നല്ല സൈസ്, എൻ്റെ കിണ്ണങ്ങാൻ സൈസ് നോക്കളാ, വെറുതെ പറയല്ല. മാളത്തിൽ തന്നെ ഇട്ടിടാം. അപ്പുറത്തൊരു തോളുണ്ട്, അതൊന്നും നോക്കാം. പിടിച്ചത് പോയി രണ്ടു കേട്ടോ. ഇടല്ല, ഈ ഒരു ദ്വാരമൊക്കെ ഉണ്ടോ ഗൈസ്, ഈ ഒരു ദ്വാരത്തിൽ കൂടെ ചുമ്മാ മുട്ട കൊടുത്താൽ മാത്രം മതി. ബാക്കി അവർ കഴിച്ചാൽ നമുക്ക് സ്ട്രൈക്ക് അടിക്കും, നമ്മൾ എടുക്കാം. ഇതിന് മുന്നേ എത്ര മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്യാമറമാൻ പറയും, എത്ര കിട്ടിയിട്ടുണ്ട്? കുറേ കിട്ടി, ഏകദേശം ഒരു 10 എന്തായാലും കിട്ടിയിട്ടുണ്ടാവും ഗൈസ്. നമുക്ക് 10 ഇവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഒരെണ്ണം കിട്ടും നോക്കാം. ഒരെണ്ണം നമ്മൾ നോക്കാം, ചലഞ്ച് നോക്കാം. മുഷു, ബ്രാല്, ഒരുപാട് മീനുണ്ട് കേട്ടോ.
ശാന്തമായ സ്ഥലം, നല്ലൊരു സ്ഥലം. ആഹാ, എങ്ങനെയുണ്ട് സ്ഥലം ഗൈസ്? ഇവിടെ മഴക്കാലത്തെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ഒരു കാര്യമുണ്ട് ഫ്രണ്ട്സ്, എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഈ ഒരു തോടിൽ മഴക്കാലം എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ കാണുന്ന ചാലിൽ മുഴുവനായിട്ടും, അതായത് അപ്പുറത്തെ കാണുന്ന പോലെ നമുക്ക് ആ കാണുന്ന സ്ഥലത്ത് മുഴുവനായിട്ടും ഇവിടെ വെള്ളം കെട്ടി നിൽക്കും. അത്രയ്ക്കൊരു മഴക്കാലത്താണ് ഇവിടെ വെള്ളം നിൽക്കുന്നത്. ഇപ്പം ചെറിയൊരു മഴക്കാരനെ കൊണ്ട് ഇവിടെ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്, കുറഞ്ഞതല്ല കൂടിയിട്ടുള്ളത്. ഇപ്പോൾ നല്ല മഴ ഇവിടെ കിട്ടിയത് കൊണ്ട് നല്ല ചാൻസ് ഉണ്ട്, നല്ലൊരു ചാൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇത് എവിടെയാണ് സ്ഥലം മാറുന്നത്? ഈ സ്ഥലം എവിടെയാണ് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും ഫ്രണ്ട്സ്, നോക്കാം നിങ്ങൾക്ക് എത്ര ആൾക്ക് അറിയുന്നു. ഒരു 5 നിമിഷം നമുക്കൊന്ന് വെയിറ്റ് കൊടുക്കണം, എന്നാലന്ന് നമുക്ക് റൗഫിനെ നോക്കിയിട്ട് തരാം അല്ലേ? അതെ, നമുക്ക് റൗഫ് നോക്കി നല്ല ഫ്രണ്ട്സ്. റൗഫിന്റെ കൊത്തുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അങ്ങോട്ടേക്ക് മഴ പോവാ. നല്ല പണി കിട്ടിയിരിക്കുകയാണ്, നല്ല 8ന്റെ പണി. മുകളിൽ നല്ല മഴ പെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ച് ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പോവാം, അതിലത് വേറെ വഴിയില്ല. കമോൺ. ഇവിടെ നിൽക്കുന്നോ? നോക്കിട്ട് കാണില്ല. കുറച്ച് കുനി കമന്റ് ചെയ്യും, കുറച്ചും കൂടി കുനി. കാണില്ല, നോക്ക് പറഞ്ഞു. ഇപ്പത്തെ കുറച്ച് കുഞ്ഞിട്ട് പറഞ്ഞ ഭാവി, ഇപ്പൊ പറ കുറച്ച് കുഞ്ഞിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ തീറ്റ എന്താണെന്ന് അറിയുന്നവരുടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, എന്താണ് തീറ്റ ഇടേണ്ടത്. നമുക്ക് സ്പോട്ട് കിട്ടുന്നില്ല. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്പോട്ട് ഇടും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഫ്രണ്ട്സ്. കിട്ടുന്നില്ല, നമ്മളുടെ സ്ഥലം എവിടെയാണെന്ന് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. ക്യാമറമാൻ ആരാണ്, നമ്മളെ യൂട്യൂബർ ആരാണെന്നെല്ലാം പറഞ്ഞു തരുന്നതാണ്. എന്തിന് ഇപ്പൊ ചാടല്ല, എന്തിനാക്കുന്നത്? ഒരേ കുഴിയിലൂടെ തന്നെ 2 ആള് ഗൈസ്.
രണ്ടാൾ, അതായത് രണ്ട് ചുണ്ട്. അതിൽ ഏതടിക്കും നോക്കാം ഫ്രണ്ട്സ്. ഒരേ കുയിൽ രണ്ടാൾ. അതെ, രണ്ടാൾ അടിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് ഏത് കിട്ടും. മുഷിമുക്ക് വഴി നോക്കാലോ. നമുക്ക് ഒരു 5 നിമിഷം വെയിറ്റ് ചെയ്യും. നോക്കാം. വാ. നല്ലൊരു ശാന്തമായ മഴ. കറക്റ്റ് സമയം. ആഹാ, പക്ഷെ ഞാൻ മാസ്ക് ഇട്ടിട്ട് പിന്നെ അത്ഭുതമാണ്. പക്കല്ല താഴെക്കൊണ്ട് 18 നോക്കാം. 12 നേരത്തെ 18, ഇപ്പോൾ 18 അല്ലേ? ഒരു 20 ആക്കാം. പാർട്ട് 2 അല്ലേ? നോക്കാം ഗൈസ്. ഒരു ടൈം ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. കിട്ടിച്ചില്ല. പ്ലീസ് ഒരു മീനെ കിട്ടൂ. പ്ലീസ് പ്ലീസ് പ്ലീസ്. തോട്ടയിലിട്. ആ തോട്ടയിലിട്. 2 ഒരേ തോട്ടയിലിടല്ല അല്ലേ? യെസ് യെസ്. ഒരാളിതാ അവിടെ 3 ഓളുണ്ട്. എന്തായാലും ഞാനൊന്ന് അപ്പാട്ട് നോക്കാം. കിട്ടിയാൽ ഉപകാരം. എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് നോക്കാം. കുറച്ച് സമയം നമുക്കൊന്ന് അപ്പുറം പോയി ഒന്ന് കറങ്ങി വന്നേക്കാം. അതാണ് നല്ലത്. കാരണം അതുവരെയൊക്കെ സ്ട്രൈക്ക് അടിക്കൽ നമുക്ക് നോക്കിയാലോ. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റോഡിൽ പോയിട്ട് വരാം. ഇന്നൊന്ന് ബനസ്റ്റ് മക്കളെ ബന. നല്ല ചാളിയാണ്. ഒരു വീട് പോയിട്ട് ഇവിടെ കോട്ടീസ് ഒരു കോട്ടീസാണ്. ഒരു കോട്ടീസ് പൊളിച്ചിൻ്റെ അവസ്ഥയാണ്. എന്തോ ഒരു കോട്ടീസ്. ആ തല മുതൽ ഇങ്ങനെ തല വരെ ഫുൾ കോട്ടീസ് ഇട്ടാ. നല്ല പൊളിച്ച് ഒരു റോഡ് പുല്ലാത്ത അവസ്ഥയാണ് ചോദിച്ചു. എന്താ ഫ്രണ്ട്സ് റെഡിയാക്കാൻ പറയൂ. ഒരു ആൾട്ടോ വണ്ടി പോലെ ഇതിലെ പോകാനുള്ള ഒരു സ്പേസ് ഇല്ല. അത്രക്കും ഒരു രീതിയിലാണ് ഈ കാണുന്ന കോട്ടേജ് ഇവിടെ പൊളിച്ചു വെച്ചുള്ളത് ഗൈസ്. എന്നിട്ടും ഈ മണ്ണ് കൊണ്ടുപോകാൻ ഒരു കയ്യില്ലേ എവിടെ നമുക്കൊന്ന് 2 മിനിറ്റ് നമുക്ക് ജസ്റ്റ് റോഡ് ചുമ്മാ ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം എവിടെ നിരന്നൊരു കമൻറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അല്ല
എല്ലാവർക്കും ഉണ്ടെങ്കിൽ മയം കൂടി പിരിഞ്ഞ് കൊടുക്കാം. ലോറി പന്ത അവസ്ഥയാണ്. താങ്ങിപ്പോയി കാര്യം സർഫ്രോസ് കേക്ക്. യെസ്, ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടുന്നൊരു ഗിഫ്റ്റ് ഉണ്ട്. പണിക്കാരുടെ ഓണറാണ് കാണുന്നത്. ഈ മതിൽ വറക്കെടുക്കുന്ന അവർക്ക് ഫുഡില്ല, അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചിക്കൻ ബിരിയാണി കൊണ്ടു കൊടുക്കുന്നത് ഗൈസ്. ചിക്കൻ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ വേറെ പണി എടുക്കുന്ന സമയത്താണ്. ഇത് മതിൽ വർക്ക്. പക്ഷേ മതിൽ വർക്ക് കറക്റ്റ് ഒരു രീതി ചെയ്യുന്നില്ല, കാരണം അത് ക്രോസ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏകദേശം കാണാൻ കഴിയുന്നതാണ് എന്തോ ക്രോസ് ഉണ്ട്. അപ്പം ആ മതിൽ വർക്കിൻ്റെ മെയിൻ ഓണറാണ് വിളിച്ചത്. അദ്ദേഹത്തെ കൊണ്ടിരിക്കണം ഗ്രാൻഡ് വിറ്റാറ, മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാറ. അതും ഹൈബ്രിഡാണ് കേട്ടോ. എല്ലാം എണ്ണങ്കാച്ച വണ്ടിയാണ് കേട്ടോ. 1200 കിലോമീറ്റർ റേഞ്ച് കിട്ടും ഒറ്റ തവണ ഫ്യൂൽ അടിച്ചാൽ. ഞാൻ വണ്ടിൻ്റെ വീഡിയോ എടുക്കാം. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ഇത് പെട്രോളിലും മൂവ് ചെയ്യും, ഈ ഡ്രൈവിംഗിലും മൂവ് ചെയ്യും. 4x4 വെഹിക്കിളായിട്ടും പോകും. അത്രയ്ക്ക് നിങ്ങൾക്ക് എണ്ണങ്കാച്ച ഒരു വെഹിക്കിളാണ്. ഒരു മാനുവൽ വാഹനം കേട്ടോ, ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. പോവാ, അങ്ങോട്ട് പോവാ. ഇന്നലെ നമുക്കൊന്ന് തിരിച്ച് പോയേക്കാം ഗൈസ്. നോക്ക അടിച്ചോ ഇല്ലയോ ഒന്ന്. അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഒന്ന് ഞാൻ പിടിക്കാം. ആയി വാ. എന്താ വണ്ടി ക്യാമറമാൻ്റെ അനിയന്. ഗ്രാൻഡ് വിറ്റാർ യൂസ് ചെയ്യുന്നവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ക്യാമറമാൻ്റെ അനിയനാണ്. നീ നടക്ക്. ആ അല്ല, എഡിറ്റ് ആക്കൂ ലാസ്റ്റ്. പറയുന്നതെല്ലാം ഒരു ചുമ്മാ അദ്ദേഹത്തിനൊരു പറയുന്നവൻ എന്തെങ്കിലും പറഞ്ഞോണ്ട് കേട്ടു. നമ്മ അതൊന്നും നോക്കണം. നമ്മ ഫിഷിങ്ങിന് ഇച്ചിരി ഒരു വീഡിയോ എടുക്കണല്ലോ, അത്ര എന്ത് പറയും. അവരെന്ത് പറഞ്ഞോട്ടെ ഗൈസ്, ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാനൊരു ഇച്ചിരി ക്ലൂ നിങ്ങൾക്ക് തരുന്നത് ഗൈസ്. മാരുതി സുസുക്കിയിലെ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് വാഹനം യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എന്തോരം മൈലേജ് കിട്ടിയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഫ്രണ്ട്സ്. അതാണ് എനിക്കറിയേണ്ടത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അതിനൊരു വീഡിയോ നമ്മൾ എടുക്കുന്നതാണ്. നോക്കാം ഗൈസ്. എനിക്കൊരു വണ്ടീൻ്റെ വില അറിയാൻ ആവശ്യമില്ലേ? അതേത്? പിന്നെ ഒരു ചെറിയ കമ്പനി കൂടി ഉണ്ട് ഫ്രണ്ട്സ്. നമ്മുടെ മോണ്ട്രോയുടെ EV8 എന്ന വാഹനം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ പ്രൈസിങ്ങും റിവ്യൂ ഒന്നും നമുക്ക് ഇത് കാണാൻ കഴിഞ്ഞില്ല ഫ്രണ്ട്സ്. അതിൻ്റെ ഒരു വീഡിയോ ഇരിക്കുന്ന ആരും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു ഫ്രണ്ട്സ്. നമുക്ക് EV8 എന്ന വാഹനത്തിൽ നമുക്കൊന്ന് പ്രൈസിങ് ചെയ്യാനുണ്ട്. അതിൻ്റെ ലോങ് ബോഡി ഒന്നും ഒരു വീഡിയോ ഇപ്പോൾ അയച്ചില്ല. ഒരു വർഷത്തോളമായി ഇവർ ഇങ്ങോട്ട് ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം, അതായത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇന്നവരെ അയച്ചു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അയക്കൂ. നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിലിട്ടൊന്ന് അയച്ചെന്നാൽ വലിയ ഉപകാരം. ചൂണ്ട കാണുന്നില്ല. ആ കാണുന്നു. ഒന്ന് വലിച്ചു നോക്കാം. ഇവിടെ ഇട്ടാല് കിട്ടുന്നില്ല ഗൈസ്. ഇന്നെന്താന്നറിയില്ല. മഴ പെയ്തതാണോ? ഇന്ന് വൈകുന്നേരം ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടത്തേക്ക് നിങ്ങൾ ഒരു ആഴ്ച നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. വൈകുന്നേരം നമ്മുടെ നാട്ടിലൊരു ജിമ്മ്. യെസ്, ഒരു ജിമ്മ്. അവിടുത്തെ സ്പോർട്ടിങ്. പിന്നെ ഇത് ലാസ്റ്റത്തെ ഒരു ചൂണ്ടടിക്കാണ്. ഇതിൽ കിട്ടില്ലെങ്കിൽ
ചെയ്യുന്നതാണ്. കുറേ സമയമായി ഇവിടെ വന്നിട്ട് ഒരു മീനെ പോലെ വെച്ചില്ല. പക്ഷെ ഒരുപാട് മീനുണ്ട് സംഭവം ഇതിനകത്ത്. അത് വേറെ ലെവലാണ്. മീൻ ചൂണ്ട ഇട്ട് പോകേണ്ടി വരും. അതേ വഴിമാർഗമുള്ള കാര്യം. 2 മിനിറ്റ് കൂടി നമുക്ക് കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒന്ന് ടൈം ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നോക്കാം. 2 മിനിറ്റ്സ്. ജസ്റ്റ് 2 മിനിറ്റ്സ്. റോപ്പ് നീ പറഞ്ഞു പോന്ന വൈൻഡപ്പ് 20 മിനിറ്റ്. ചൂണ്ടൊക്കെ ചുറ്റിക്കോ കോഴിക്കോടില് ആ തോട്ടിലൊക്കെ കണ്ടിട്ടോ. ഇത് നമ്മുടെ അവസാനത്തെ ഒരു ശ്രമമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സമയം ഒരുപാട് ആയിട്ടുണ്ട്. അക്ക് കിട്ടിയത് ആടെ വെച്ചിട്ട് വന്നു. ഒരു മീനെ ഇതിന് മുന്നേ ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും അത് മീനിൻ്റെ പേര് തന്നെ എനിക്കൊരു പിടിച്ചില്ല. നമ്മളെ ക്യാമറമാൻ അറിയും. അനാമസ് പറയും, അരാപ്പയെന്ന് പറയും. അരാപ്പല്ല അത് അനാമസ്. അരാപ്പ് എന്ന് വെച്ചാൽ പറയുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടത്തേക്ക് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ എൻ്റെ മുഷു പൊട്ടിപ്പോയി രണ്ടു കേട്ടോ. ഒരിക്കൽ വന്നിട്ട് പോയി മുകളിൽ വരെ. ക്യാമറമാൻ്റെ കണ്ണി പൊട്ടിപ്പോയി. ഫസ്റ്റ് ഇത്ര സൈസുള്ളതാണ്. ആദ്യത്തിലെ കൊത്തി രണ്ടാമതകത്തൊക്കെ പോയി. രണ്ടാമത്തേലെ കൊത്തി ചാൻസ് വലിയൊരു ചാൻസ് മിസ്സായിപ്പോയി. പൊട്ടിച്ചു പോയി. കണ്ണിപ്പോയി. ചൂണ്ടുണ്ട് പക്ഷെ കണ്ണില്ല. എങ്ങനെ പിടിക്കോ? കമന്റ് ചെയ്യുക ഗൈസ്. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യൂ. ഇതുപോലത്തെ വീഡിയോസ് ഒരുപാട് ഇനിയും വരുന്നതാണ് ഗൈസ്. അതുവരേക്കും ഞാൻ സർഫ്രാസ്. അതുവരേക്കും സർഫ്രോസ് ചാനൽ കേക്ക്. അതുവരേക്കും നമ്മൾ അടുത്തൊരു പേർക്കും ബൈ.